കൂടൽമാണിക്യ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീരാമന്റെ അനുജനായ ഭരതന്റെ, അതായത് സംഗമേശ്വരൻ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യ ക്ഷേത്രം. സുന്ദരമായ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ്. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിനുള്ളിൽ മറ്റു മഹാക്ഷേത്രങ്ങളെ പോലെ കൂത്തമ്പലമുണ്ട്. മധ്യ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ 4 അമ്പലങ്ങളിൽ രണ്ടാമത്തേത് ഈ ക്ഷേത്രമാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ. രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി വരുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. മേടമാസത്തിൽ ഉത്തരനാളിൽ കൊടികയറി തിരുവോണനാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ 11 ദിവസത്തെ കൊടിയേറ്റ് ഉത്സവവും തുലാമാസത്തിലെ തിരുവോണനാളിലെ തൃപ്പൂത്തരിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഈ ക്ഷേത്രത്തിൻ്റെ മാണിക്യം എന്ന വിശേഷണം വിഷ്ണുവിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതായിരിക്കാം. ജൈന സന്യാസിമാരെ മാണിക്യൻ എന്ന സംജ്ഞ ചേർത്ത് വിളിച്ചിരുന്നു. കൂടൽ എന്നത് പണ്ടുകാലത്തെ 2 നദികൾ സംഗമിച്ചിരുന്നിടമായതിനാൽ വന്നതാകാമെന്നും കരുതുന്നു. കൂടക്കല്ലിൻ്റെ ലോപമാണ് എന്നും ഒരഭിപ്രായമുണ്ട്. അക്കാലത്ത് ഹിന്ദു സന്യാസിമാർ കൂടിച്ചേർന്നിരുന്ന സംഗമസ്ഥാനമായതിനാലാണ് എന്നും അതല്ല ജൈനമതവും ഒത്തുചേർന്നിരുന്ന സ്ഥലമായതിനാലാണ് കൂടൽ എന്ന വിഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട്. ദ്വാരകാ സമുദ്രത്തിൽ മുങ്ങിത്താണുപോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ദാശരഥി, ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി. പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിമാരായ വാഖയിൽ കൈമൾക്ക് സമുദ്രത്തിൽ 4 ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് സ്വപ്ന ദർശനമുണ്ടായി. പിറ്റേ ദിവസം സമുദ്രതീരത്തു നിന്നും മുക്കോന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളുടെ അധീനതയിൽ ലഭിച്ചു അത്രേ. അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്ര നദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും, അതായത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, കുലീബിനി തീർത്ഥക്കരയിൽ ഭരതക്ഷേത്രവും, ശ്രീ കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട, പൂർണ്ണ നദിക്കരയിൽ ലക്ഷ്മണ ക്ഷേത്രവും, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, ഭരതക്ഷേത്രത്തിന് സമീപമായി ശത്രുഘ്ന ക്ഷേത്രവും പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്രമത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു പ്രതിഷ്ഠ നടത്തി. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നുവെന്നും ആ കാലഘട്ടത്തിൽ കുലീബനി എന്ന മഹർഷി കുറേ കാലം ഇവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചുവെന്നും പറയപ്പെടുന്നു. മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കിയെന്നാണ് വിശ്വാസം. അന്ന് ഉപയോഗിച്ച ഹോമകുണ്ഡങ്ങളിൽ ഒന്നാണ് കുലീബനി തീർത്ഥങ്ങളിൽ ഇന്നും കാണുന്നതെന്നും വിശ്വസിക്കുന്നു. 1996 തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയ ഹോമകുണ്ഡത്തിൻ്റെ അവശിഷ്ടം ഇതിൻ്റെ തെളിവായി നിൽക്കുന്നു. ദിവ്യനദികളുടെ സാന്നിധ്യം ഈ തീർത്ഥക്കുളത്തിൽ ഉണ്ട് എന്നാണ് വിശ്വാസം. യജ്ഞത്തിൻ്റെ അവസാനം ഭഗവാന്റെ ശാശ്വത സാന്നിധ്യമാണ് മഹർഷിപരമായി ആവശ്യപ്പെട്ടത്. മഹർഷിയുടെ അപേക്ഷപ്രകാരം യാഗം നടന്ന സ്ഥലത്ത് നിത്യസാന്നിധ്യം ചെയ്തു കൊള്ളാമെന്നും വിഷ്ണു ഭഗവാൻ അരുളി ചെയ്ത് അനുഗ്രഹിച്ചു. ഗംഗ, യമുന, സരസ്വതി എന്ന പുണ്യനദികളെ അവിടേക്ക് വരുത്തി കുലീബനി എന്ന പേരിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ചു. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ഉണ്ടായത് എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ ആദ്യകാല ചരിത്രം അജ്ഞാതമാണ്. ക്ഷേത്രം ദേവസ്വം വക രേഖ 2 പ്രാവശ്യം നശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണപ്പെടുന്ന ഗ്രന്ഥാവലി ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് എഴുതി സൂക്ഷിച്ചവയാണ്. അതിനും അധികം പഴക്കമില്ല. അതിനുശേഷമുള്ള ഗ്രന്ഥവരികൾ മനോധർമ്മം പോലെ എഴുതി ചേർത്തതും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. കുറേ കാലം ഈ ക്ഷേത്രം ജൈനമത ആരാധനയിലുമായി തീർന്നു. ജൈനമത തീർത്ഥങ്കരനായ ഭരതേശ്വരൻ്റെ പേരിലുള്ള ആരാധനാലയമായി ഈ ക്ഷേത്രത്തെ ചരിത്രകാരന്മാർ കണക്കാക്കുന്നുണ്ട്. കാലക്രമേണ ജൈനമത കേന്ദ്രങ്ങൾ പലതും ഹൈന്ദവ ആരാധനാലയങ്ങളായി മാറിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ജൈനമതത്തിൻ്റെയും വൈഷ്ണവ വിശ്വാസത്തിൻ്റെയും ചിന്താധാരകൾ ഇവിടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഭരതേശ്വരൻ്റെ സ്ഥാനത്ത് രാമായണത്തിലെ ഭരതനെ അവരോധിച്ച് 2 വിഭാഗത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചതാണ് എന്ന വാദം ഇവിടെ നിലനിൽക്കുന്നു. ചേര സാമ്രാജ്യം 9ഉം 10ഉം ശതകങ്ങളിൽ അനേകം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7ാം ശതകത്തിൽ അന്നത്തെ ചേരമാൻ പെരുമാൾ ചക്രവർത്തി സ്ഥാപിച്ചതാണ് കൂടൽമാണിക്യ ക്ഷേത്രം. 1100 കൊല്ലത്തിനു മുമ്പ് കൊല്ലവർഷം 30-ൽ ചേരമാൻ പെരുമാൾ ഭൂദാനം ചെയ്ത ശിലാരേഖ ഇന്ന് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ AD 500-ൽ ഇരിങ്ങാലക്കുടയിൽ ജനവാസവും AD 650-ൽ ക്ഷേത്രസ്ഥാനവും ഉണ്ടായിട്ടുണ്ടെന്ന് അനുമാനിക്കാം.
കോലത്തുംഗ ചോളൻ്റെ AD 1194 തഞ്ചാവൂർ ശിലാശാസനത്തിൽ ജൈനക്ഷേത്രത്തെ ചേതികുല മാണിക്യ പെരുമ്പള്ളി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മാണിക്യം എന്ന വിശേഷണം ജൈനരിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതായിരിക്കാം. ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ 42 ഇല്ലക്കാരുടെ സഭായോഗത്തിൻ്റെ ക്ഷേത്രമായിരുന്നു കൂടൽമാണിക്യം. ഇവരിൽ 9 പേരാണ് ഊരാളന്മാർ. ഇതിലൊരു സ്ഥാനം കൊച്ചി രാജാവിനും ഉണ്ടായിരുന്നു. യോഗക്കാരും ഊരാളന്മാരും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഊരാളന്മാരുടെ മണ്ഡപത്തിൽ കയറാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് മണ്ഡപത്തിൽ കല്ലിട്ടതെന്നും പുരാവൃത്തമുണ്ട്. ഇതിനെ തുടർന്ന് അന്തർജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ വിലക്കുണ്ടായിരുന്നെന്ന് പറയുന്നു. ഭരതൻ എന്ന ആദിമൂർത്തി നഗ്നനായിരുന്നുകൊണ്ടായിരുന്നു എന്നും ഒരഭിപ്രായമുണ്ട്. ക്ഷേത്രചരിത്രം പരിശോധിച്ചാൽ കേരള ചരിത്രത്തിൻ്റെ മാറ്റങ്ങൾ ഈ ക്ഷേത്രത്തെയും സ്വാധീനിച്ചുവെന്ന് മനസ്സിലാക്കാം. രാജശാസനകൾ കൊത്തിവയ്ക്കാൻ ഈ ക്ഷേത്രം തിരഞ്ഞെടുത്തിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 8-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും ഓരോ ശിലാശാസനകൾ ഈ ക്ഷേത്രത്തിൽ ഇന്നും കാണാം. ഇത് രണ്ടും ശ്രീകോവിലിൻ്റെ വടക്കുവശത്ത് അകത്തെ പ്രദക്ഷിണ വഴിയിൽ കിടന്നിരുന്നു. ഭക്തന്മാർ ചവിട്ടി നടന്നതിനാൽ ചില അക്ഷരങ്ങൾക്ക് തേയ്മാനം വന്നുപോയതുകൊണ്ട് 20 കൊല്ലത്തിനു മുമ്പ് പടിഞ്ഞാറേ ചുമരിൽ ഉറപ്പിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. സാധാരണ മഹാക്ഷേത്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി, ശാസ്താവ്, ദക്ഷിണാമൂർത്തി തുടങ്ങിയ ഉപദേവന്മാരും ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ എല്ലാ സേവയും സംഗമേശ്വരന് മാത്രമേ ചെയ്യാറുള്ളൂ. വാതിൽ മാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗയും ഭദ്രകാളിയും ഉണ്ടെങ്കിലും ഇവിടെ അഭിഷേകമോ നിവേദ്യമോ ഇല്ല. സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ ഉള്ള പോലെ 5 പൂജയും 3 ശ്രീബലിയും ഇവിടെ ഇല്ല. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ പൂജകൾ നടത്തുന്നു. എതിരേറ്റ് പൂജയും പന്തിരടിയും ഇല്ല. പുറത്തേക്ക് എഴുന്നള്ളിക്കുക ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ. ഉത്സവബലിയും ഇല്ല. ശ്രീഭൂതബലി മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരുന്നില്ല. ക്ഷേത്രത്തിലെ തീർത്ഥത്തിൽ മത്സ്യങ്ങൾ ഒഴികെ മറ്റു ജലജന്തുക്കൾ സാധാരണമല്ല. പൂജയ്ക്കായി ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ ഉപയോഗിക്കുന്നില്ല. കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നു. കൂടൽമാണിക്യസ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു. ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം കഴിക്കുന്നത് ഇവിടത്തെ പ്രത്യേകതയാണ്. ശ്വാസസംബന്ധമായ രോഗത്തിൻ്റെ നിവാരണത്തിനായി ക്ഷേത്രതീർത്ഥത്തിൽ മീനൂട്ട് എന്ന വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ നടത്തുന്ന പുത്തിരി നിവേദ്യത്തിൻ്റെ അനുബന്ധമായി നടത്തുന്ന മുക്കുടി നിവേദ്യം സേവിച്ചാൽ 1 വർഷത്തേക്ക് രോഗവിമുക്തരാകുമെന്നാണ് വിശ്വാസം. വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമായ താമരമാല ചാർത്തൽ വർഷകാലത്ത് അടിയന്തരങ്ങൾക്ക് മഴ പെയ്യാതിരിക്കാൻ നടത്താറുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരവും ശ്രീരാമൻ്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഇവിടെ ഉപദേവതകളില്ല. വിഗ്രഹത്തിന് ഏകദേശം 1 പൊക്കമുണ്ട്. ചതുർബാഹുവാണ്. കോദണ്ഡവും അഭയമുദ്രയും ചക്രവും ശംഖും ധരിച്ചിരിക്കുന്നു. കിരീടവും കുറച്ച് ആഭരണങ്ങളും ധരിച്ച് കനത്തിൽ വലിയൊരു പുഷ്പമാല ചാർത്തിയിരിക്കുന്നു. അത് കിരീടത്തിൻ്റെ മുകളിലൂടെ 2 വശത്തേക്കുമായി പാദം വരെ നീണ്ടുകിടക്കുന്നു. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല. എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. കൂടാതെ ക്ഷേത്രത്തിന് മുന്നിലെ ആൽത്തറയിൽ ഗണപതിക്കും പ്രതിഷ്ഠയുണ്ട്. 4 അമ്പലവും ബലികൽപ്പൂരയും ഉണ്ട്. 2 നിലയിലുള്ള വൃത്താകാരത്തിലുള്ള ശ്രീകോവിലും മണ്ഡപവുമെല്ലാം സാമാന്യം വലുതാണ്. ശ്രീകോവിലിൻ്റെ ഭിത്തികളിൽ കലാചാതുരിയോടുള്ള ധാരാളം ശില്പങ്ങളുണ്ട്. ശിവേലി പന്തൽ വളരെ വലുതാണ്. ബലികൽപ്പുരയും വലിയമ്പലവും എല്ലാം ചെമ്പുമേഞ്ഞവയാണ്. ക്ഷേത്രത്തിനു ചുറ്റും വലിയ 4 കുളങ്ങൾ ഉണ്ട്. ക്ഷേത്രവളപ്പിനകത്തുള്ള തീർത്ഥം കുലീബനി എന്നു പേരുള്ള മഹർഷി ഇവിടെ ഒരു മഹായജ്ഞം നടത്തിയ ശേഷം പുണ്യനദിയായി ഗംഗ വന്ന് നിറഞ്ഞതായി ആണെന്നാണ് ഐതിഹ്യം. തന്മൂലം ഈ കുളം കുലീബിനി തീർത്ഥം എന്നും അറിയപ്പെടുന്നു. ആറാട്ടിനും മറ്റു ക്ഷേത്രാവശ്യങ്ങൾക്കുമുള്ള ജലം ഇവിടെ നിന്നാണ് ഉപയോഗപ്പെടുത്തുന്നത്. തീർത്ഥപ്രദക്ഷിണം പാപദോഷത്തിനുള്ള വഴിപാടായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പൂർണ്ണമാകണമെങ്കിൽ തീർത്ഥവും കൂത്തമ്പലവും ക്ഷേത്രത്തോടൊപ്പം പ്രദക്ഷിണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിശ്വാസം. ക്ഷേത്രവളപ്പിന് പുറത്തായി കിഴക്കുവശത്തായി ഉള്ള കുളം കുട്ടൻകുളം എന്നറിയപ്പെടുന്നു. ഇത് കുട്ടൻ എന്ന ദ്രാവിഡ ദേവനുമായി ബന്ധപ്പെട്ട പേരാണ്. ക്ഷേത്രം ആദിയിൽ ദ്രാവിഡ ക്ഷേത്രമായിരുന്നതിനുള്ള തെളിവുകളിലൊന്നാണ് ഇത്. ഇതുകൂടാതെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി വേറെയും 2 കുളങ്ങളുണ്ട്. ഏത് കൊടിയ വേനലിലും വറ്റാത്ത ഈ കുളങ്ങൾ ഇരിഞ്ഞാലക്കുടയുടെ ജലസമൃദ്ധി നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്നു. ഇവയിലെ കുലീബനി തീർത്ഥം 1996 വറ്റിച്ചപ്പോൾ ഹോമകുണ്ഡത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിന് തെളിവായി കണക്കാക്കപ്പെടുന്നു. മേടമാസത്തിൽ ഉത്രനാളിൽ കൊടി കയറി തിരുവോണ നാളിൽ ആറാട്ടായി ആകെ 11 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. കൊടി കയറുന്നതിന് 3 ദിവസം മുമ്പേ ശുദ്ധി തുടങ്ങും. കൊടിപ്പുറത്തെ വിളക്ക് മുതൽക്കാണ് കാഴ്ച തുടങ്ങുക. നെറ്റിപ്പട്ടം അണിഞ്ഞ 17 ആനകൾ ക്ഷേത്രോത്സവത്തിന് ഉണ്ടാവാറുണ്ട്.
തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ ഉത്സവം തുടങ്ങുക. ഉത്രനാളിൽ കൊടികയറി കഴിഞ്ഞാൽ കൂത്തമ്പലത്തിൽ കൂടിയാട്ടത്തിലെ ഒരു ചെറിയ ഭാഗം അരങ്ങേറിക്കൊണ്ട് കലോത്സവത്തിൻ്റെ നാന്ദി കുറിക്കുന്നു. കൊടിയേറ്റത്തിൻ്റെ പിറ്റേന്ന് കൊടിപ്പുറത്ത് വിളക്ക്. ഈ ചടങ്ങിലൂടെയാണ് ഭഗവാൻ ആദ്യമായി നാലമ്പലത്തിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളുന്നത്. പിറ്റേന്ന് മുതൽ പള്ളിവേട്ടയുടെ തലേനാൾ വരെ വിളക്കിനെഴുന്നള്ളത്ത് എന്ന ചടങ്ങുണ്ട്. വലിയ വിളക്ക് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിളക്കിന് പറയുന്ന പേര്. കൊടിപ്പുറത്ത് വിളക്കിൻ്റെ പിറ്റേന്ന് രാവിലെ മുതൽ പള്ളിവേട്ട നാൾ പകൽ വരെ ദിവസവും ശ്രീബലി എഴുന്നള്ളിപ്പുണ്ട്. ശ്രീബലിക്കും വിളക്കിനും 17 ആനയും പഞ്ചാരിമേളവും അകമ്പടി സേവിക്കും. രാവിലെയും രാത്രിയും 9 മണി മുതൽ ഏകദേശം 3 മണിക്കൂറോളം ഈ എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. പള്ളിവേട്ട ദിവസം രാത്രി 9 മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ കിഴക്കുഭാഗത്തുള്ള ആൽത്തറയിലാണ് പള്ളിവേട്ട നടക്കുന്നത്. ആദ്യം ഒരു ആന കഴുത്തിലെ മണി പോലും കിലുങ്ങി ശബ്ദമുണ്ടാക്കാതെ ആൽത്തറയിലെത്തുന്നു. ചടങ്ങ് കഴിഞ്ഞാൽ 5 ആനയുമായി പഞ്ചവാദ്യത്തോടെ തിരിച്ചെഴുന്നള്ളത്ത്. കുട്ടംകുളത്തിന് സമീപം എത്തിയാൽ വെടിക്കെട്ടും തുടർന്ന് പാണ്ടിമേളവും ഉണ്ടായിരിക്കും. പിറ്റേന്ന് പൂജ കഴിഞ്ഞ് ശ്രീഭൂതബലി കഴിഞ്ഞ് 3 ആനയുടെ അകമ്പടിയോടെ ആറാട്ടിന് യാത്രയാകുന്നു. ആറാട്ട് ചാലക്കുടിയിലെ കൂടപ്പുഴയിലോ രാപ്പാളോ ആയിരിക്കും നടത്തുക. രാത്രി 9 മണിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം പൂർത്തിയാക്കി അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. കൊടിയിറക്കിന് മുമ്പായി കൊടക്കൽ നെൽപ്പറ നിറയ്ക്കുന്ന കാലങ്ങളായി നടത്തിവരുന്ന ഒരു വഴിപാടാണ്. ഉത്സവ സമയത്ത് 24 മണിക്കൂറും ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കും. രാവിലെ ശിവേലി കഴിഞ്ഞാൽ കിഴക്കേ നടപ്പുരയിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാറുണ്ട്. 3 മണി മുതൽ പ്രത്യേക പന്തലിൽ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. സന്ധ്യയ്ക്ക് നടപ്പുരയിൽ സന്ധ്യാവേലകൾ ആരംഭിക്കും. കൂത്തമ്പലത്തിൽ ചാക്യാർ കൂത്തും പടിഞ്ഞാറേ നടപ്പുരയിൽ കുറത്തിയാട്ടം, പാടകം എന്നിവയും ഉണ്ടാകും. വിളക്ക് കഴിഞ്ഞാൽ പുലരും വരെ കഥകളിയുണ്ട്. രാവിലെയും വൈകിട്ടും പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതിന് മുമ്പായി മാതൃക്കൽ തൊഴൽ എന്ന ഒരു പ്രത്യേക ചടങ്ങുണ്ട്. വലിയ വിളക്ക് ദിവസം രാത്രി വിളക്ക് കഴിഞ്ഞാൽ ശ്രീരാമ പട്ടാഭിഷേകം, കഥകളി അരങ്ങേറുന്നു. ഇരിങ്ങാലക്കുടക്കാർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ദിനങ്ങളാണ് ഉത്സവ നാളുകൾ. 17 ആനകളാണ് ഉത്സവ പ്രദക്ഷിണത്തിന് എഴുന്നള്ളിക്കുന്നത്. പഞ്ചാരിമേളം ഉത്സവത്തിന് മേളക്കൊഴുപ്പ് എഴുകുന്നു. 7 ആനകളുടെ നെറ്റിപ്പട്ടം തനി തങ്കം കൊണ്ട് നിർമ്മിച്ചതാണ്. മറ്റ് 10 ആനകളുടെ നെറ്റിപ്പട്ടങ്ങൾ വെള്ളി കൊണ്ടും നിർമ്മിച്ചതാണ്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പള്ളിവേട്ട. ഇതൊരു പ്രതീകാത്മകമായ നായാട്ടാണ്. കൂടൽ സന്നിധിയിൽ നിന്ന് കുറച്ചകലെ പാതയുടെ മധ്യഭാഗത്തുള്ള ആൽത്തറയ്ക്കൽ സ്വാമിയുടെ തിടമ്പ് വാദ്യാഘോഷങ്ങളൊന്നുമില്ലാതെ എഴുന്നള്ളി എത്തുന്നു. അവിടെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന പന്നിയുടെ രൂപത്തിലേക്ക് ഒരു ശാന്തി അമ്പെയ്ത് കൊള്ളിക്കുന്നു. ഇതിനുശേഷം 5 ആനകളുടെ അകമ്പടിയോടെ പഞ്ചവാദ്യവുമായി തിരിച്ചു പോകുന്നു. കിഴക്കേ നടയിലെ കുട്ടംകുളത്തിൻ്റെ കിഴക്കേ കരയിൽ വെച്ച് പഞ്ചവാദ്യം കലാശിക്കും. പിന്നെ പാണ്ടി കൊട്ടി ദേവനെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. നാടിൻ്റെ രക്ഷകനായ ഭഗവാൻ ദുഷ്ട നിഗ്രഹത്തിനിറങ്ങുന്നതായാണ് സങ്കല്പം. വിശേഷ ദിവസങ്ങൾ. പ്രതിഷ്ഠാ ദിനം കുംഭമാസത്തിലെ പുണർദം നാളിലാണ്. തിരുവുത്സവം. മേടമാസം ഉത്രനാൾ കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന 11 ദിവസത്തെ ക്ഷേത്രോത്സവമാണ് പ്രധാന തിരുവാണ്ട് വിശേഷം. ആങ്കുലിയാങ്കം കൂത്തും പ്രബന്ധവും. ഇടവം മാസത്തിൽ തൃക്കേട്ട നാൾ മുതൽ 21 ദിവസം രാമായണ പ്രബന്ധവും അതിനുശേഷം 12 ദിവസം ആങ്കുലിയാങ്കവും ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടത്തിവരുന്നു. കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തോടെ മാസം ആചരിക്കുന്നു. കർക്കിടക മാസം അത്തം ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നും കതിരുകൾ വീടുകളിൽ കൊണ്ടുവന്ന് പത്തായത്തിൽ സൂക്ഷിക്കുന്നു. തുലാമാസം ഉത്രാടനാൾ തണ്ടികളിലായി പൂനെല്ല്, നേന്ത്രക്കൊല, പച്ചക്കറി മുതലായവ ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ള പോട്ടക്കച്ചേരിയിൽ നിന്നും കൊണ്ടുവരുന്നു. ഈ വിഭവങ്ങൾ കൊണ്ട് ഭഗവാൻ പുത്തരി നിവേദ്യമൊരുക്കി അത് കഴിഞ്ഞ് ഭക്തജനങ്ങൾക്ക് പുത്തരി സദ്യ നടത്തുന്നു. പിറ്റേന്ന് കുട്ടഞ്ചേരി മോസ് പ്രത്യേകം തയ്യാറാക്കുന്ന മുക്കടി നിവേദ്യം ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്നവർക്ക് നൽകുന്നു. വൃശ്ചികമാസത്തിൽ ഒരു മണ്ഡലകാലം മുഴുവൻ ക്ഷേത്രത്തിൽ നിറമാലയും ചുറ്റുവിളക്കും ഉണ്ടായിരിക്കും. കുംഭമാസം പുണർന്നാൾ കുലീബിനി തീർത്ഥത്തിൽ പൊഞ്ഞനം ഭഗവതിയുടെ ആറാട്ട് നടക്കുന്നു. കുലീബിനി തീർത്ഥത്തിൽ നടത്തപ്പെടുന്ന ഏക ആറാട്ടാണ് ഇത്. ധനുമാസം 1 മുതൽ 7 വരെ ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചന നടക്കുന്നു. വിനായക ചതുർത്ഥി നാൾ ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തുള്ള ആലിഞ്ചുവട്ടിലെ ഗണപതിക്ക് പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ: താമരമാല, മീനൂട്ട്, വഴുതനങ്ങ നിവേദ്യം, കൂത്ത്, അവിൽ നിവേദ്യം, നെയ്വിളക്ക്, വെടിവഴിപാട് എന്നിവയാണ്. അഭീഷ്ടസിദ്ധിക്കും സൽസന്താന ലബ്ധിക്കും കൂത്ത് വഴിപാട് നടത്താറുണ്ട്. ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാടാണ് കളഭം. ക്ഷേത്രത്തിൽ 41 ദിവസം തുടർച്ചയായി അത്താഴ പൂജയ്ക്ക് തൊഴുന്നതും ശ്രേയസ്കരമാണ്. കൂട്ടുപായസം സവിശേഷമാണ്. 4 ഇടങ്ങഴി അരി കൊണ്ടുള്ള വെള്ള നിവേദ്യവും മുഖ്യമാണ്. പാൽപ്പായസം, അപ്പം, നെയ്പായസം, ത്രിമധുരം, തുലാംഭാരം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വഴിപാടുകൾ വേറെയുണ്ട്. മീനൂട്ട്.
ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ മീനൂട്ട് എന്ന വഴിപാടുള്ളൂ. ഏറ്റവും പ്രാധാന്യം തൃപ്രയാറിലാണെങ്കിലും ഇവിടെയും മീനൂട്ട് പ്രധാന വഴിപാടാണ്. ഇവിടുത്തെ മത്സ്യങ്ങൾ ദേവാംശങ്ങളായതിനാൽ ഇവരെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവികമായ ഒരു കാര്യമാണെന്ന വിശ്വാസമുണ്ട്. കാര്യസാധ്യത്തിനും സന്താനലാഭത്തിനും മീനൂട്ട് വളരെ പ്രധാനമാണ്. ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കാലത്തെ മത്സ്യാരാധനയുടെ ബാക്കിപത്രമായും ഇതിനെ കരുതാം. താമരമാല. അമ്പലവാസികൾക്ക് താമരമാലയ്ക്ക് പുത്തൻ കൊടുക്കുക എന്നത് പ്രധാനമാണ്. താമരമാല സ്വാമിക്ക് വളരെ ഇഷ്ടമാണ്. പ്രതിബന്ധമുള്ള ഏത് കാര്യവും മാലയ്ക്ക് 3 പുത്തൻ ഒഴിഞ്ഞു വെച്ചാൽ ഉദ്ദേശിച്ച കാര്യം സഫലമായി തീരുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. വർഷകാലത്ത് അടിയന്തരങ്ങൾക്ക് മഴ പെയ്യാതിരിക്കാൻ ഈ വഴിപാട് കഴിച്ചാൽ മഴ പെയ്യില്ല എന്നും വിശ്വാസമുണ്ട്. ഉണ്ണായി വാര്യരും സംഗമേശ്വരനും. നളചരിതം ആട്ടക്കഥയിലൂടെ കേരള ഭാഷാ സാഹിത്യത്തിൽ അനശ്വരപ്രതിഷ്ഠ നേടിയ ഉണ്ണായി വാര്യർ കൂടൽമാണിക്യസ്വാമിയുടെ ഒരു ഉത്തമ ഭക്തനായിരുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിന് സമീപത്തുമുള്ള അകത്തോട്ട് വാര്യത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. ദേവനും ആലകെട്ടൽ അകത്തോട്ട് വാര്യത്തേക്കായതിനാൽ ബാല്യകാലം മുതൽ ഭഗവാനെ സേവിക്കാൻ ഉണ്ണായി വാര്യർക്കു സാധിച്ചു. ദിവസേന താമര, തുളസി, തെച്ചി എന്നീ പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടി സംഗമേശ്വരന് സമർപ്പിച്ചിരുന്ന അദ്ദേഹത്തിന് സ്തോത്ര രൂപത്തിലുള്ള ഒരു മാല ഭഗവാൻ സമർപ്പിക്കണമെന്ന ഒരാഗ്രഹം തോന്നി. അതിൻ്റെ ഫലമാണ് സ്തോത്രകാവ്യമായ ശ്രീരാമ പഞ്ചശതി. ശ്രീ സംഗമേശ്വരനെ അഭിസംബോധന ചെയ്തുകൊണ്ട് 50 ദശകങ്ങളിലൂടെ 534 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിക്കുന്ന അതിമനോഹരമായ സ്തോത്രകാവ്യമാണിത്.